സാർ, ഡൽഹിയിലെ സംഭവങ്ങളാണ് പ്രധാന ചർച്ചാ വിഷയം. ഇപ്പം അതിഷി മർലേന പുതിയ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. സ്വാതി മാലിവാളിൻ്റെ അടുത്ത് രാജ്യസഭാ എം പി സ്ഥാനം രാജിവെക്കാൻ പറയുന്നു. ഒപ്പം കെജ്രിവാൾ ഈ മഹാരാഷ്ട്ര ഇലക്ഷനോടൊപ്പം തന്നെ ഇലക്ഷൻ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. മൊത്തം കൂടെ ഒരു കൺഫ്യൂഷനാണ്. എങ്ങനെ സാർ ഇതിനെ ഒന്ന് വിശകലനം ചെയ്യുക? അതിഷി മർലേന ഡമ്മി മുഖ്യമന്ത്രിയാണെന്ന് സ്വാതി മാലിവാൾ പറഞ്ഞിട്ടുണ്ട്. കുറെ പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് സ്വാതി. അതെ, സ്വാതി മാലിവാൾ. അതെ അതെ. പണ്ട് ആരുടെയോ കൂടെ മറ്റേ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ കെജ്രിവാൾ താമസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ ആരോപണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പോൾ സ്വാതിയുടെ കേസിൽ അവർ കൂറുമാറ്റ നിയമം ലംഘിച്ചതായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിയമപരമായി നോക്കിയാൽ അങ്ങനെയൊക്കെ വരണം. ഇതിപ്പോൾ അവർ BJP വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാജ്യസഭയിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവർ പാർട്ടി വിപ്പ് നിങ്ങൾ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണം എന്ന ആപ്പ് പറയുന്നു, നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം എന്ന് ആപ്പ് പറയുന്നു. പക്ഷെ ഇവർ BJP വോട്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ, സ്വാതി മാലിവാൾ അങ്ങനെ വരുമ്പോൾ വിപ്പ് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പുറത്താക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഈ അത്തരം വോട്ടെടുപ്പുകളൊക്കെ വരുന്നത് വല്ല അവിശ്വാസ പ്രമേയത്തിൻ്റെയൊക്കെ ഘട്ടത്തിലാണ്. അതുകൊണ്ട് സ്വാതി മാലിവാൾ രാജിവെക്കുവോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. അത് ഈ പറഞ്ഞ പോലെ പിന്നെ BJPയുടെ സ്വാതി മാലിവാൾ BJPയുടെ ഡമ്മിയാണെങ്കിൽ BJP ആണല്ലോ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇപ്പോൾ രാജിവെക്കണം എന്ന് BJP ആണ് സ്വാതിയുടെ കാര്യത്തിൽ തീരുമാനിക്കുക. അവർ കേസും കൂട്ടമൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ BJPയിൽ ചേരാൻ പറ്റുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ. എപ്പോഴാണ്? ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആകാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് എന്നുള്ളതനുസരിച്ചിട്ടാണ് സ്വാതി മാലിവാളിൻ്റെ രാജി നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ ആദിഷി ഡമ്മി മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യത്തിൽ ആദിഷിക്ക് പോലും സംശയമൊന്നും ഉണ്ടാവില്ല. പിൻസീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കും അല്ലേ? ആണല്ലോ. അപ്പോൾ മറ്റേ ഇനി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ്. പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കണം, മുഖ്യമന്ത്രിയാകണം, ജനങ്ങളുടെ ജനവിധി ആപ്പിന് അനുകൂലമാണെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കണം എന്നൊക്കെ കേജ്രിവാളിനുണ്ട്. പക്ഷേ അത് കേജ്രിവാളിൻ്റെ പൂതി നടക്കും എന്ന് തോന്നുന്നില്ല. ഞാനിതിൻ്റെ നിയമം പറയാം. അതായത് മഹാരാഷ്ട്രയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞാൽ നേരത്തെ നടക്കണം എന്നാണ് കേജ്രി ആവശ്യപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ നവംബർ 26 മുമ്പ് നിയമസഭ വന്നിരിക്കണം. അതനുസരിച്ചിട്ട് അവിടെ വോട്ടർ പട്ടികയൊക്കെ പുതുക്കി കഴിഞ്ഞതാണ് നേരത്തെ തന്നെ. അതറിയാമല്ലോ. ഇവിടെ വോട്ടർ പട്ടികയൊന്നും പുതുക്കിയിട്ടില്ല ഡൽഹിയിൽ. അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും. അത് നവംബർ 26 മുമ്പ് മഹാരാഷ്ട്ര വരണം. ആ ആവശ്യം ഡൽഹിയിലില്ല. ഡൽഹി നിയമസഭ 2025 ഫെബ്രുവരി 23 വരെ ഉണ്ട്. അതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നാൽ മതി. നവംബറിലൊന്നും നടക്കണ്ട. ഫെബ്രുവരി 23 വരെ ഉണ്ട്. നിയമസഭ പിരിച്ചുവിടാനായിട്ട് ശുപാർശ ഒന്നും ചെയ്തിട്ടില്ലല്ലോ കേജ്രിവാള്. ആദിഷി എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പം അങ്ങേര് നിയമസഭ പിരിച്ചുവിട്ടാലേ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കേണ്ടത്. അപ്പോൾ കേജ്രിവാൾ അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടില്ല അല്ലേ? നിയമസഭ പിരിച്ചു വിടണമെന്ന്? ഇല്ല, നിയമസഭ പിരിച്ചു വിട്ടില്ലല്ലോ. ഞങ്ങൾ പിരിച്ചുവിടുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങർക്ക് ചെയ്യാമായിരുന്നു. മാത്രമല്ല പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരവാദിത്വം ഒന്നും നിറവേറ്റരുത് എന്ന് ജാമ്യത്തിൻ്റെ ഒരു കണ്ടീഷനാണ്, ഉപാധിയാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആദിഷയെ എടുത്തു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭാര്യ എടുത്തു വെക്കാനായിട്ട് MLA സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ആദിഷിയെ കൊണ്ടുവരുന്നു. അതാണ് ഒരു നിവൃത്തികേട്. അതുകൊണ്ട് ആദിഷി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി ഈ കേജ്രിവാൾ ഇന്നലെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നി പരീക്ഷയാണ് എനിക്ക് നിരപരാധി എന്നുള്ള നിലയ്ക്ക്, അതിൽ ഞാൻ ജയിച്ചു വരും, അതുകൊണ്ടാണ് നേരത്തെ തെരഞ്ഞെടുപ്പ്. നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ സുനിജി നിയമസഭ പിരിച്ചുവിടണ്ടേ? അയാൾ ചെയ്യുന്നില്ലല്ലോ. ഫ്രോഡാണെന്നേ. ഭരണഘടനയുടെ വകുപ്പ് 324 അതിൽ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്നാണോ ഈ നിയമസഭയുടെ കാലാവധി തീരുന്നത് അതനുസരിച്ചിട്ട് പിന്നിലേക്ക് നോക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നിയമം. ഇപ്പോൾ ഫെബ്രുവരി 23-നാണ് ഡൽഹി നിയമസഭ തീരുന്നത്. അതിനും പുറകോട്ട് ഇങ്ങനെ ഫെബ്രുവരി 22, 21 ഇങ്ങനെ ദിവസങ്ങൾ നോക്കും ഏതാണ്. അത് ഫെബ്രുവരി 23-ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണം എന്നുള്ളതാണല്ലോ മുഖ്യമന്ത്രി നിയമസഭാ അംഗങ്ങളൊക്കെ. അത് ആ ഡേറ്റ് കഴിഞ്ഞ് പിന്നോട്ട് നോക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി. ഇനി ജനപ്രാതിനിധ്യ നിയമം, പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട്, അതിൻ്റെ 15(2) വകുപ്പ്, അതിൽ പറയുന്നത് നിയമസഭ അവസാനിക്കുന്നതിന് 6 മാസം മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 6 മാസത്തെ ഒരു പീരീഡ് അതിന് വേണം. ലെസ് ദാൻ 6 months എന്നാണ് പ്രയോഗം. 6 മാസം മുമ്പ് പ്രയോഗിക്കാൻ പാടില്ല. അപ്പം ഇപ്പം ഫെബ്രുവരി വരെ ആകുമ്പോൾ ഇത് നമ്മൾ നോക്കണം 6 മാസം ഉണ്ടോ. 6 മാസം മുമ്പ് പാടില്ല. അല്ലെങ്കിൽ നിയമസഭ പിരിച്ചുവിട്ടിരിക്കണം. ഇതിപ്പോൾ നിയമസഭ നിലനിൽക്കുന്നുണ്ടല്ലോ, പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് നടത്തേണ്ടത്, നേരത്തെ വേണോ എന്നൊക്കെ ആലോചിക്കാമായിരുന്നു. അങ്ങനെ പിരിച്ചുവിട്ടിട്ടില്ല. ഇനി ഭരണഘടനാ വകുപ്പ് 174(2)(b), അതിൽ ഗവർണർക്ക് നിയമസഭ വേണ്ടപ്പോൾ പിരിച്ചുവിടാം. മന്ത്രിസഭാ ശുപാർശ ആണ് അതിൽ വേണ്ടത്. മന്ത്രിസഭാ ശുപാർശ ഇവിടെ ഇല്ല പിരിച്ചുവിടാൻ. അതുകൊണ്ടാണ് ഈ മന്ത്രിസഭ പിരിച്ചുവിടാത്തത് കൊണ്ടാണ് എന്നാണോ നിയമസഭ അവസാനിക്കുന്നത് അതിന് 6 മാസം മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കരുത് എന്നുള്ള നിയമം നിൽക്കുന്നത്. വേറൊരു സെപ്റ്റംബർ, ഇത് സെപ്റ്റംബർ മാസമാണല്ലോ, വേറൊരു സെപ്റ്റംബർ കേസ് ചരിത്രത്തിലുണ്ട്. അത് 2018 സെപ്റ്റംബറിൽ തെലങ്കാന മന്ത്രിസഭ ചന്ദ്രശേഖർ റാവു രാജിവെച്ചിട്ട് നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തു. നിയമസഭ പിരിച്ചുവിട്ടു സെപ്റ്റംബറിൽ 2018. അപ്പോൾ 2019 ജൂണിലാണ് നിയമസഭ തീരുമായിരുന്നത്, ജൂണിൽ. പക്ഷേ ഗവർണർ സ്വീകരിച്ചു. നിയമസഭ പിരിച്ചുവിട്ടതുകൊണ്ട് 2018 തന്നെ തിരഞ്ഞെടുപ്പ് നടത്തി. ഇവിടെ പിരിച്ചുവിട്ടിട്ടില്ല. അവിടെ പിരിച്ചുവിട്ടുകൊണ്ട് നടന്നു. ഡൽഹിയിൽ ഈ ഒരു പൂർണ്ണ സംസ്ഥാന പദവി ഇല്ല ഡൽഹിക്ക്. മറ്റ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഡൽഹിയെ പറ്റി പറയുമ്പോൾ എഴുതാറ്. പക്ഷെ അങ്ങനെയല്ല. അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും പോലെയല്ല ഡൽഹി. അത് അവിടെ മറ്റ് NCR ആക്റ്റാണ് നിലനിൽക്കുന്നത്. നാഷണൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ നിയമം, ദേശീയ തലസ്ഥാനം എന്നുള്ള അതിൻ്റെ ആ ആക്റ്റിലെ വകുപ്പ് 6(2)(b) അതിൽ പറയുന്നത് ലഫ്റ്റനന്റ് ഗവർണർക്ക് നിയമസഭ പിരിച്ചുവിടാം ഈ ശുപാർശ കൊടുക്കുമ്പോൾ. പക്ഷേ പിരിച്ചുവിടാൻ മന്ത്രിസഭ ഡൽഹിയിൽ ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടത് കേന്ദ്രമാണ്. ഗവർണർ മാത്രം അംഗീകരിച്ചാൽ പോരാ, ഗവർണർക്ക് എന്നിട്ട് ആ ശുപാർശ കേന്ദ്രത്തിന് അയക്കണം. കേന്ദ്രമാണ് അംഗീകരിക്കേണ്ടത് നിയമസഭ പിരിച്ചുവിടുന്നത്. അതാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള വ്യത്യാസം. അതിൻ്റെ കാര്യത്തിൽ, ഡൽഹിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്രത്തിൻ്റേതാണ്. അപ്പം ഈ കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറയുകയാണ് നിയമസഭ പോലും പിരിച്ചുവിടാതെ പെട്ടെന്ന് ഇലക്ഷൻ നടത്തണം, പെട്ടെന്ന്. അപ്പോൾ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാനാണോ? അല്ലല്ലോ, ഫ്രോഡായതുകൊണ്ടാണ്. നിയമസഭ പിരിച്ചുവിട്ടിട്ട് ഇപ്പൊ ചന്ദ്രശേഖർ റാവുവിന്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ 2018 സെപ്റ്റംബറിൽ മാന്യമായിട്ട് ചെയ്തു. പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ നേരത്തെ 3 മാസം കഴിഞ്ഞിട്ടോ മറ്റോ മഹാരാഷ്ട്രയുടെ കൂടെ, അപ്പോഴും മഹാരാഷ്ട്രയുടെ കൂടെ ഒന്നും നടക്കില്ല കേട്ടോ. ഇവിടെ വോട്ടർ പട്ടികയൊക്കെ പുതുക്കാനല്ലേ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. അവർക്ക് ഈ നിയമപരമായ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഒരുത്തം പറയുന്നത് തെരഞ്ഞെടുപ്പ് നടത്തണം, അത് ചെയ്തു കൊടുക്കണ്ടല്ലേ എന്ന്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും ചിലപ്പോൾ ഇതിന്റെ കൂടെയൊക്കെ നിൽക്കും.
ഓശാനപാടിയൊക്കെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. ജനങ്ങളെ പറ്റിക്കുകയാണല്ലോ അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തവരായിരിക്കും. അറിഞ്ഞുകൂടാ, അപ്പോൾ അവരൊന്ന് വിശ്വസിക്കുന്നു. ഒരുമാതിരി ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ഈ പറയുന്ന നിയമങ്ങൾ ഞാൻ തന്നെ ഇത് പഠിച്ചിട്ടും പിന്നെ നമ്മളിത് കൈകാര്യം ചെയ്തിട്ടുള്ളത് കൊണ്ടുമാണ് ഈ പറയുന്നത്. നിയമസഭ പിരിച്ചുവിടാതെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറയാനുള്ള ഒരു അവകാശവും അയക്കില്ല. അതാണ് ഈ കേജ്രിവാൾ നിയമസഭ പിരിച്ചുവിടണം എന്ന് പറഞ്ഞിട്ടില്ല, പിരിച്ചു വിട്ടിട്ടുമില്ല. അതുകൊണ്ട് അയാൾക്ക് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറയാനുള്ള അവകാശമേ ഇല്ല, അർഹതയുമില്ല, ഒന്നുമില്ല. ദർ ഇസ് നോ റൈറ്റ്. നിയമസഭ കാലാവധി കഴിയുന്ന തീയതിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്താനായിട്ട് കുറച്ച് സമയവും സാവകാശവും വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്. കാലാവസ്ഥ, സൈന്യത്തെ കിട്ടുമോ വിന്യസിക്കാൻ, ഉത്സവങ്ങൾ ഉണ്ടോ, പിന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുക്കണം, EVM വാങ്ങിക്കാനുണ്ടെങ്കിൽ മെഷീൻസ് പുതിയത് വാങ്ങിക്കണം, അങ്ങനെ ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ട്. സംസ്ഥാനം സന്ദർശിക്കുകയും വേണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡൽഹി ആയതുകൊണ്ട് സന്ദർശിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. എന്തുകൊണ്ട്? ജമ്മു കാശ്മീർ അത് നിർണായക തെരഞ്ഞെടുപ്പാണല്ലോ, കുഴപ്പം പിടിച്ച സ്ഥലമാണല്ലോ, പാകിസ്ഥാൻ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. അവിടെ സെപ്റ്റംബർ 18 ആദ്യഘട്ടം, സെപ്റ്റംബർ 25 രണ്ടാം ഘട്ടം, ഒക്ടോബർ 1 മൂന്നാം ഘട്ടം. അതോടുകൂടി അവിടെ തിരഞ്ഞെടുപ്പ് തീരും. ഹരിയാനയിൽ ഒക്ടോബർ 5 അപ്പോൾ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ്. ഇതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. നവംബറിലും ജനുവരിയിലുമാണ് നടക്കുന്നത്, ജാർഖണ്ഡിൽ ജനുവരി. അപ്പോൾ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിലിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വോട്ടർ പട്ടിക പുതുക്കി. ജൂലൈ 1 18 വയസ്സായവർക്ക് അവിടെ വോട്ട് ചെയ്യാം. ഈ കഴിഞ്ഞ ജൂലൈ. അങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയ. ജമ്മു കാശ്മീർ, ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് വോട്ടർ പട്ടികയൊക്കെ ഓഗസ്റ്റിൽ പുതുക്കി. അവിടെ തെരഞ്ഞെടുപ്പ് മറ്റേ നിയമസഭാ കാലാവധി തീരും എന്നറിയാവുന്നത് കൊണ്ട്. ബാക്കി പട്ടിക 2025 ജനുവരി 26 ആണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ വോട്ടർ പട്ടികയൊക്കെ പുതുക്കാനുണ്ട് ഡൽഹിയിൽ. പിന്നെ നിയമസഭ പിരിച്ചുവിട്ടിട്ടുമില്ല. അവിടെ ഒരു അടിയന്തര ഘട്ടമില്ല തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ നിലയ്ക്ക് ജനുവരി 3-ാം വാരോ അല്ലെങ്കിൽ ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരി 23 വരെ ഉണ്ടല്ലോ, ഫെബ്രുവരിയിൽ നടന്നാലും മതി. ആദ്യവാരമൊക്കെ ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക, ഒരു മാസം മുമ്പൊക്കെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ കീഴ്വഴക്കം. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഒരു ഫ്രോഡ് പരിപാടിയാണ് ഇയാളീ കാട്ടിക്കൂട്ടുന്നത്. സാറിൻ്റെ നിയമപരമായ വശങ്ങളും മറ്റ് സാങ്കേതിക കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പോലും ഇത് മനസ്സിലായത്. കാരണം ഒട്ടുമിക്ക ആളുകൾക്കും അതറിയില്ലല്ലോ. കേജ്രിവാൾ പറയുന്നു നമ്മുടെ മീഡിയ അതുപോലെ വാർത്ത ഒന്ന് വളച്ചൊടിക്കുന്നു, അപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ളവർ അതൊക്കെ വിശ്വസിച്ച് പോകും. കേന്ദ്രം പറയേണ്ടത് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടത്, മോനെ നീ നിയമസഭ പിരിച്ചു വിട്ടിട്ട് വാ, അപ്പം ആലോചിക്കാം, കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.